ഹായ് വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്കർ. അപ്പോൾ നമുക്കറിയാം നമ്മൾ എൽ പി യു പി പോലുള്ള ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആദ്യം തന്നെ പഠിച്ച് തീർക്കേണ്ടത് നമ്മുടെ SCERT ആണ്. കാരണം നമ്മുടെ SCERT ടെക്സ്റ്റ് ബുക്കുകൾക്ക് മാറ്റം വന്നിട്ടുണ്ടായിരുന്നു അല്ലെ. 2 വർഷങ്ങളിലായിട്ട് 5 മുതൽ 10 വരെയുള്ള സ്കൂൾ ടെക്സ്റ്റ് ബുക്കുകളിൽ മാറ്റം വന്നിട്ടുണ്ട്. അതായത് പുതിയ പുതിയ കുറേ കണ്ടന്റുകൾ അതിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ പോകുന്ന LPUP മാത്രമല്ല, ഇനി വരാൻ പോകുന്ന PSCയെ ഫോക്കസ് ചെയ്യുന്നവര് തീർച്ചയായിട്ടും ഈ പറയുന്ന ടെക്സ്റ്റ് ബുക്കുകൾ എന്ത് ചെയ്യണം, വായിച്ച് പഠിച്ചു നോക്കണം അല്ലെ. കൃത്യമായിട്ട് പഠിച്ചു നോക്കണം. കാരണം പല എക്സാമുകൾക്കും അല്ലെ ഈ പറയുന്ന SCERT ടെക്സ്റ്റിലെ ചോദ്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും LP UP പോലുള്ളൊരു എക്സാമിന് ഫോക്കസ് ചെയ്യുന്നവര് ആദ്യം പഠിച്ചു തീർക്കേണ്ടതും ഈ പറയുന്ന SCERT ആണ് അല്ലെ. നമ്മൾ SCERT ആദ്യം കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മേജർ പോർഷൻ അങ്ങോട്ട് തീരുകയാണ് അല്ലെ. നമ്മുടെ സിലബസുകളെല്ലാം ഏകദേശം അവിടെ കവറപ്പ് ചെയ്യും. അപ്പൊ നമ്മൾ ഈ ഒരു സെക്ഷനിൽ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ LP UP സിലബസിലെ സിലബസ് പ്രകാരമുള്ള SCERT ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, ഏതെല്ലാം ക്ലാസ്സുകളിലെ ചാപ്റ്ററുകൾ LP UP പോലുള്ള ഒരു എക്സാമിന് നോക്കണം തുടങ്ങിയ കാര്യങ്ങളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പൊ നമുക്ക് നേരെ എന്ത് ചെയ്യാം, വീഡിയോയിലോട്ട് കടക്കാം. അപ്പൊ നോക്കിക്കോളാം, ആദ്യം നമ്മുടെ LP UP സിലബസുകൾ ആദ്യം കോശത്തിന്റെ ഘടനയും എന്ന് പറയുന്നത്. ഇപ്പൊ കോശത്തിന്റെ ഘടനയും എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത്, കോശത്തിന്റെ ഘടനയും എന്ന് പറയുന്ന ടോപ്പിക്ക് വരുന്നത് 8ാം ക്ലാസ്സിലാണ്. 8ാം ക്ലാസ്സിൽ ഏതാ ചാപ്റ്റർ? 9ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള കോശങ്ങളും കോശജാലങ്ങളും എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അതിനകത്ത് അത്യാവശ്യം നല്ല കണ്ടന്റിൽ തന്നെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ചാപ്റ്ററുകൾ കൃത്യമായിട്ട് ആദ്യം പഠിച്ചിട്ട് വേണം നിങ്ങൾ ബാക്കി ഓപ്ഷൻസ് ബാക്കി കാര്യങ്ങൾ നോക്കാനായിട്ട്. ഇനി കലകൾ അല്ലെ, കലകൾ അതും ഈ പറയുന്ന ക്ലാസ് 8ാം ക്ലാസ്സിലെ തന്നെ 8ാമത്തെ ചാപ്റ്റർ ജീവന്റെ ഉത്ഭവം ജീവികളുടെയും എന്ന് പറയുന്ന പോർഷൻ അവിടെ പഠിക്കണം. ഈ കോശവും കലകളും എന്ന് പറയുന്ന ഒറ്റ ടോപ്പിക്കാണ് കേട്ടോ, ഒറ്റ ടോപ്പിക്കാണ്. ഈ ടോപ്പിക്കിൽ തന്നെ കലകൾ വരുന്നുണ്ട്. അതേപോലെ ഈ ഒരു ചാപ്റ്റർ നോക്കണം, ജീവന്റെ ഉത്ഭവവും ജീവികളുടെയും. ഇപ്പൊ 2 ചാപ്റ്ററുകളിലായിട്ടാണ് 8ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററുകളിലായിട്ടാണ് കോശവും കലകളും എന്ന് പറയുന്ന ടോപ്പിക്ക് കിടക്കുന്നത്. ഇനി അടുത്ത നോക്കിക്കോളൂ, കൃഷി പരിസ്ഥിതി എന്ന് പറയുന്ന ടോപ്പിക്ക് 7ാം ക്ലാസ്സിലെ ചാപ്റ്റർ നോക്കണം അല്ലെ. 7ാം ക്ലാസ്സിലെ 2 ചാപ്റ്ററുകൾ, 1ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് വിളയ്ക്കാം 100 മേനി എന്ന് പറയുന്ന ചാപ്റ്ററും 2ാമത്തെ ചാപ്റ്റർ 7 നട്ടു നനയ്ക്കാം നന്മകൾ കൊയ്യാം എന്ന് പറയുന്ന ചാപ്റ്ററുകളിലാണ് ഏത് ടോപ്പിക്ക് കിടക്കുന്നത്, കൃഷി പരിസ്ഥിതി എന്ന് പറയുന്ന ടോപ്പിക്കിന്റെ കോണ്ടന്റുകൾ കിടക്കുന്നത് അല്ലെ. ഇനി അടുത്ത് 3ാമത്തെ വർഗീകരണം, നമ്മുടെ ക്ലാസിഫിക്കേഷൻ 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. ഏത്? 9ാം ക്ലാസ്സിലെ ചാപ്റ്റർ 6 6ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള വർഗീകരണം എന്ന് പറയുന്ന പോർഷനിൽ ആ പറയുന്ന കൺസെപ്റ്റുകൾ കണ്ടന്റുകൾ ക്ലിയർ ആയിട്ട് അവിടെ പ്രതിപാദിച്ചിട്ടുണ്ട്. അടുത്ത നോക്കിക്കൊള്ളുക, ജനിതക ശാസ്ത്രം ജെനറ്റിക്സ് 10ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആണ്. 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ തന്നെ ജെനറ്റിക്സ് ആണ് അല്ലെ. ജീവന്റെ ജനിതകം എന്ന് പറയുന്ന പോർഷൻ ആണ് ജനിതക ശാസ്ത്രം എന്ന് പറയുന്ന ആ ഒരു ഏരിയ കിടക്കുന്നത്. അപ്പോൾ നിങ്ങൾ ബയോളജിയിലെ ഒരു ടോപ്പിക്ക് പഠിച്ചു തുടങ്ങുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും SCERT ചാപ്റ്ററുകൾ പഠിച്ച് തുടങ്ങിയിട്ട് നിങ്ങൾ റാങ്ക് ഫയലുകളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ഓക്കെ, അടുത്ത നമുക്ക് നോക്കാം, പ്രകാശ സംശ്ലേഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എവിടെയാണ് കിടക്കുന്നത്? 9ാം ക്ലാസ്സിലാണ് കിടക്കുന്നത്. 9ാം ക്ലാസ്സിൽ എത്രാമത്തെ ചാപ്റ്റർ? 1ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള ജീവൽ പ്രക്രിയയിലേക്ക് എന്ന് പറയുന്ന ചാപ്റ്ററിലാണ് ഫോട്ടോസിന്തസിസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത്. ഇനി ബാക്കി വരുന്ന നമ്മുടെ മനുഷ്യന്റെ ദഹന വ്യവസ്ഥ, വിസർജന വ്യവസ്ഥ, പ്രത്യുൽപാദന വ്യവസ്ഥ, നാഡീ വ്യവസ്ഥ, ഇന്ദ്രിയങ്ങൾ, ഈ പറയുന്ന പോർഷനുകളെല്ലാം 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 9ാം ക്ലാസ്സിലെ ചാപ്റ്ററുകളുമായിട്ട് വ്യാപിച്ച് കിടക്കുന്നു. 5ാം ക്ലാസ്സിലെ ആണെങ്കിൽ 7ാമത്തെ ചാപ്റ്റർ ഇന്ദ്രിയജാലം, മനുഷ്യ ശരീരം ഒരു വിസ്മയം. അതേപോലെ തന്നെ 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ദഹനവും ശ്വസനവും വിസർജനവും നാഡീ ഏകോപനം എന്ന് പറയുന്ന ചാപ്റ്ററിൽ ഈ പറയുന്ന കണ്ടന്റുകളുണ്ട്. അതേപോലെ 9ാം ക്ലാസ്സിലെ ചലനത്തിന്റെ ചലനത്തിന്റെ പിന്നിൽ എന്ന് പറയുന്ന ചാപ്റ്ററിൽ അല്ലെ ഈ പറയുന്ന കണ്ടന്റുകളുണ്ട്. അതേപോലെ ചാപ്റ്റർ 5 9ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ ഏതാണ്? പ്രത്യുൽപാദന ആരോഗ്യവും. അതേപോലെ 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ശ്വസനവും വിസർജനവും അല്ലെ. അതേപോലെ തന്നെ ചാപ്റ്റർ 5 ഏത്? പ്രത്യുൽപാദന ആരോഗ്യം അല്ലെ. തുടങ്ങിയ ചാപ്റ്ററുകളിൽ ഈ പറയുന്ന കൺസെപ്റ്റുകൾ ഈ പറയുന്ന കണ്ടന്റുകൾ എന്ത് ചെയ്യുന്നു? വ്യാപിച്ചു കിടക്കുന്നു. കണ്ടോ? അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും ഈ പറയുന്ന SCERT പോർഷൻസുകൾ നോക്കിയ ശേഷം നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ റെഫർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. അടുത്ത നോക്കിക്കൊള്ളുക, ആരോഗ്യ രോഗങ്ങളും ആരോഗ്യ പാലനവും. അത് ആക്ച്വലി 10ാം ക്ലാസ്സിലെ പുതിയ ടെക്സ്റ്റ് ബുക്ക് പാർട്ട് 2 വരാനുണ്ട്, അതിലൊരു കണ്ടന്റ് ഉണ്ടാവും തീർച്ചയായിട്ടും
അല്ലെ. ക്ലാസ് 5 ഏത് വ്യാധികൾ പടരാതിരിക്കാനാണത് ഒരു കിടക്കുന്നത്. അത് മാത്രമല്ല 10ാം ക്ലാസ്സിലെ പാർട്ട് 2 ടെക്സ്റ്റ് വരുമ്പോഴും അതിലും ഈ പറയുന്ന രോഗങ്ങളും രോഗകാര്യങ്ങളും എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട് കേട്ടോ. അത് വരാനിരിക്കുന്ന ടെക്സ്റ്റാണ്, ഇതുവരെ സൈറ്റുകളിൽ അപ്ലോഡ് ആയിട്ടില്ല. അടുത്ത നോക്കിക്കൊള്ളുക, വിറ്റാമിനുകള്, മിനറലുകള്, എൻസൈമുകള്, ഹോർമോണുകൾ തുടങ്ങിയ ചാപ്റ്ററുകള് 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ അല്ലെ. 6ാം ക്ലാസ്സിലെ ചാപ്റ്റർ ആഹാരത്തിലൂടെ ആരോഗ്യം 1ാമത്തെ ചാപ്റ്ററും, അതേപോലെ 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സുരക്ഷിത ഭക്ഷണം എന്ന് പറയുന്ന ചാപ്റ്ററിലും ഈ പറയുന്ന കണ്ടന്റുകൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതിൽ ഹോർമോണുകൾ എന്ന് പറയുന്ന പോർഷൻസ് 10ാം ക്ലാസ്സിലെ പാർട്ട് 2 ടെക്സ്റ്റിലെ ഒരു ചാപ്റ്റർ ആണ്. അത് ഓൾറെഡി നമ്മൾ പറഞ്ഞ പോലെ പാർട്ട് 2 ടെക്സ്റ്റിന്റെ ചാപ്റ്റർ സൈറ്റിൽ അവൈലബിൾ ആയിട്ടില്ല, ഉടനെ തന്നെ എന്ത് ചെയ്യും, അവൈലബിൾ ആവും അല്ലെ. അപ്പൊ തീർച്ചയായിട്ടും SCERT ബയോളജിയിൽ പഠിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട ബയോളജിയുടെ സിലബസ് പ്രകാരമുള്ള ഏറ്റവും പ്രധാനപ്പെട്ട SCERT ചാപ്റ്ററുകളാണ് നമ്മൾ പറഞ്ഞത്. ഈ പറയുന്ന SCERT ചാപ്റ്ററുകൾ വളരെ ക്ലിയർ കട്ടായിട്ട് പഠിക്കുക. ഇതാണ് അതിന്റെ ബേസ്. ഈ ബേസ് ഇല്ലാതെ ബാക്കി കാര്യങ്ങൾ നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കില്ല. സോ ഈ പറയുന്ന SCERT ചാപ്റ്ററുകൾ വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ പഠിച്ചു തീർക്കുക എന്നുള്ളതാണ് LP UP പോലുള്ള എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരു ഉദ്യോഗാർത്ഥി ആദ്യം ചെയ്യേണ്ടത്. ഇതിപ്പോൾ ബയോളജിയുടെ മാത്രമാണ് പറഞ്ഞത്. ഇതേപോലെ ഫിസിക്സ്, കെമിസ്ട്രി അല്ലെങ്കിൽ സോഷ്യൽ സയൻസ്, ജിയോഗ്രഫി, ഹിസ്റ്ററി, അതേപോലെ എല്ലാ കാര്യങ്ങളും വളരെ ക്ലിയർ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. SCERT വളരെ എന്തായിരിക്കണം, SCERT ഭാഗങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് പഠിച്ചെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ മാർക്ക് അവിടെ നിന്ന് തന്നെ സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും അല്ലെ. പല ചോദ്യങ്ങളും SCERT തന്നെ ഡയറക്റ്റ് എടുത്ത് ചോദിക്കുകയാണ്. അപ്പൊ SCERT വളരെ ക്ലിയർ കട്ടായിട്ട് പഠിക്കുക എന്നുള്ളതാണ് ഒരു PSC ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു LP UP വിദ്യാർത്ഥി, ഒരു PSC ഉദ്യോഗാർത്ഥി അല്ലെങ്കിൽ ഒരു LP UP ഉദ്യോഗാർത്ഥി ആദ്യമായിട്ട് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്. എന്താണ്, നമുക്കറിയാം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഇങ്ങനെ എടുത്ത് പഠിക്കുക എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ് അല്ലെ. ഓരോ കാര്യങ്ങളും എടുത്ത് പഠിക്കുക. ഇനി നമ്മുടെ അടുത്ത LP UP നോട്ടിഫിക്കേഷൻ വരാനായിട്ട് പോകുന്ന 2026 നോട്ടിഫിക്കേഷൻ വരുന്നു. 2027 എക്സാം നടക്കുന്നു. 26 വരുന്ന ഒരു നോട്ടിഫിക്കേഷന് മുന്നോടിയായിട്ട് കൃത്യമായിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാനോട് കൂടി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള ബാച്ചാണ് നമ്മുടെ LPSI UPSI ലോങ് ടൈം ബാച്ച് എന്ന് പറയുന്നത് അല്ലെ. വളരെ നമുക്ക് ടൈമുണ്ട്. ആ ടൈമിൽ ഓരോ ദിവസവും കൃത്യമായിട്ട് നമുക്ക് ഓരോ ടോപ്പിക്കുകളും പഠിക്കുക അല്ലെ. കൃത്യമായിട്ട് ലൈവുകൾ അറ്റൻഡ് ചെയ്യുക, കൃത്യമായിട്ട് വീക്ക്ലി എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് അടുത്ത വർഷം വരാനിരിക്കുന്ന നോട്ടിഫിക്കേഷന് മുന്നോടിയായിട്ട് 1-2 തവണയെങ്കിലും സിലബസ് കവറപ്പ് ചെയ്ത് പലതവണ റിവിഷൻ ചെയ്ത് പല എക്സാമുകൾ അറ്റൻഡ് ചെയ്ത് ഇനി വരാൻ പോകുന്ന LPSI UPSI റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും ആപ്റ്റ് ആയിട്ടുള്ള ബാച്ച് ആണ് നമ്മുടെ ഈ ഒരു ബാച്ച് എന്ന് പറയുന്നത്. ഈ ബാച്ചിൽ ജോയിൻ ചെയ്യാനും ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ടും താഴെ കാണുന്ന നമ്പർ ഞങ്ങളെ കണക്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച്.